വാർത്താരംഭത്തിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. വീണ വിജയന് ഇന്ന് നിർണായകം. മാസപ്പടി കേസിൽ SFIO അന്വേഷണം റദ്ദാക്കണമെന്ന ഹർജിയിൽ ഇന്ന് വിധി. കർണാടക ഹൈക്കോടതി വിധി പറയുക ഉച്ചയ്ക്ക് 2:30. വിവാദങ്ങൾക്കിടെ കേരള സർവകലാശാല സെനറ്റ് യോഗം ഇന്ന്. VCC നിയമന സെർച്ച് കമ്മിറ്റിയിലേക്ക് പ്രതിനിധിയെ നിശ്ചയിക്കാനിടയില്ല. ഗവർണർ നിശ്ചയിച്ച സെനറ്റ് അംഗങ്ങളെ തടയാൻ SFI. വേലൂർ മക്ന ദൗത്യം 7ാം ദിനത്തിൽ. ഡോക്ടർ അരുൺ സക്കറിയ വയനാട്ടിൽ. ആന ഇപ്പോൾ പനവല്ലി വനമേഖലയിൽ. ഇടുക്കിയിലും കാട്ടാന ശല്യം. BL റാമിൽ കാട്ടാനയെ കണ്ട് ഭയന്നോടിയ വീട്ടമ്മയ്ക്ക് പരിക്ക്. തൃപ്പൂണിത്തുറ സ്ഫോടനത്തിൽ വീട് തകർന്നവർ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ഇന്ന് ഹൈക്കോടതിയിൽ ഹർജി നൽകും. നാശനഷ്ടത്തിന്റെ കണക്കുകൾ നഗരസഭ റവന്യൂ വകുപ്പിന് കൈമാറും. കേസിൽ മജിസ്റ്റീരിയൽ അന്വേഷണം പുരോഗമിക്കുന്നു. സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് ലിസ്റ്റ് ഉദ്യോഗാർത്ഥികൾ സമരത്തിൽ. റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കാൻ അവശേഷിക്കുന്നത് 57 ദിവസം മാത്രം. പോലീസ് ജോലി സ്വപ്നം കണ്ട് 10,235 ഉദ്യോഗാർത്ഥികൾ. ബ്രിട്ടീഷ് കപ്പലിന് നേരെ ചെങ്കടലിൽ ഹൂതികളുടെ മിസൈൽ ആക്രമണം. അയവില്ലാതെ ഇസ്രയേൽ പലസ്തീൻ യുദ്ധം. ലബനനിൽ ഇസ്രയേൽ ആക്രമണത്തിൽ ഹിസ്ബുള്ള കമാൻഡർ കൊല്ലപ്പെട്ടു. രാജ്കോട്ട് ടെസ്റ്റിൽ കൂറ്റൻ സ്കോറിനായി ഇന്ത്യ. 5 വിക്കറ്റിന് 326 റൺസ് എന്ന നിലയിൽ ബാറ്റിംഗ് പുനരാരംഭിക്കും. ISLൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ചെന്നൈയിൻ FC പോരാട്ടം. മത്സരം രാത്രി 7:30 ചെന്നൈയിൽ.